നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീകൃഷ്ണൻ അർജുനന് 4 വേദങ്ങളുടെയും സാരാംശമായിട്ടുള്ള 4 മഹാവാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീതയിലെ ആദ്യത്തെ മഹാവാക്യമായ പ്രജ്ഞാനം ബ്രഹ്മ എന്നതിൻ്റെ വിശദീകരണമായിട്ട് നമ്മൾ ഊർധ്വമൂലമധശാഖം എന്ന ശ്ലോകവും കൂടാതെ ഭഗവാന്റെ വിശ്വരൂപ ദർശനവും കണ്ടു. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയാണ്, ആ ചൈതന്യമാണ് ഈശ്വരൻ എന്നും അതാണ് അറിവായിട്ട് നിലനിൽക്കുന്നത് എന്നും അതിനെയാണ് വേദം എന്ന് പറയുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി എന്നതിലൂടെ നമ്മുടെ തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വര ചൈതന്യമാണ് നമ്മൾ ദക്ഷിണാമൂർത്തിയായി കണക്കാക്കുന്നതെന്നും കൂടാതെ നമ്മുടെ തലയോട്ടിക്കകത്ത് ഉള്ള തലാമസും ഹൈപ്പോതലാമസും മറ്റും ഉൾക്കൊണ്ട പ്രദേശത്തെയാണ് നമ്മൾ ശിവലിംഗമായിട്ട് കണക്കാക്കുന്നത് എന്നും അതിലൂടെ നമ്മളിൽ ഉള്ള ആ ചൈതന്യത്തെ നമ്മൾ ആരാധിച്ച് ഉയർച്ചയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തേതായിട്ടുള്ളത് തത്വം അസി എന്നാണ്. അതായത് നീ തന്നെയാണ് അഥവാ നമ്മൾ തന്നെയാണ് ആ ചൈതന്യം, ബ്രഹ്മചൈതന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ സിസ്റ്റവും യോഗയിൽ പറയുന്ന ഷഡാധാര ചക്രവും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത്. നാലാമത്തെ മഹാവാക്യമായ അയമാത്മാ ബ്രഹ്മ എന്നുള്ളതിൽ ഈ ഈശ്വരൻ എന്ന് പറയുന്ന ആ ചൈതന്യം ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. പലരും പറയുന്നുണ്ട് നമ്മളിൽ ചിലർക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും പറയുവാനുള്ള കഴിവുണ്ടെന്നും അതാണ് ജ്യോതിഷത്തിൽ വിശദീകരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ഭൂതകാലം ആർക്കും അറിയില്ല, അതുപോലെ തന്നെ ഭാവിയും അതായത് മരണശേഷവും നമുക്കറിയാവുന്നത് ഇപ്പോൾ നടക്കുന്നത് മാത്രമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ വാക്യം കൊണ്ട് നമ്മൾ മനസ്സിലെത്തി ചിന്തിച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ, അതായത് കഴിഞ്ഞ ജന്മമോ കഴിഞ്ഞ കാലങ്ങളോ ഒന്നും ആർക്കും പ്രവചിക്കാൻ നിവൃത്തിയില്ല, അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാവി കാലവും അതായത് വരുന്ന ജന്മവും ഒന്നും ആർക്കും ശരിയായിട്ട് പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജ്യോതിഷപ്രകാരം നമ്മൾ എങ്ങനെയാണ് ഈ ഭാവിയും ഭൂതവും പ്രവചിക്കുന്നത് എന്ന് ഒന്ന് യുക്തിപൂർവം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാവും. ഇനി നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം കൊണ്ട് അഥവാ ജാതകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. വേദങ്ങളിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന അഥവാ ഈ ബ്രഹ്മാണ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഓരോ ജീവജാലങ്ങളും. അതായത് നമ്മളെല്ലാം അതേ ചൈതന്യത്തിൻ്റെ അംശമാണ് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അയമാത്മാ ബ്രഹ്മ എന്നുള്ളതിൻ്റെ അർത്ഥവും. ഇവിടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ടതല്ലേ? ഇവിടെയാണ്
നമ്മൾ ജ്യോതിഷത്തെ പറ്റി കൂടുതലായിട്ട് ആലോചിക്കേണ്ടത്. നമുക്ക് അതിനെപ്പറ്റി ഒരു ശ്ലോകമുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആധാരേ പ്രഥമേ സഹസ്രകിരണൻ താരാധവൻ സ്വാശ്രയേ മാഹേയം മണിപൂരകേ ഹൃദി ബുധം കണ്ഠേജ വാചസ്പതിം ഭൂമധ്യേ ഭൃഗുനന്ദനം ദിനമണേ പുത്രം ത്രികൂടസ്ഥലേ നാഡീമർമ്മസു രാഹു കേതു ഗുളികാൻ നിത്യം സ്മരമ്യായുഷേ. ഇതിൻ്റെ അർത്ഥം മൂലാധാരത്തില് സൂര്യനും സ്വാധിഷ്ഠാനത്തില് ചന്ദ്രനും മണിപൂരകത്തില് ചൊവ്വയും ഹൃദയം അഥവാ അനാഹതത്തില് ബുധനും കഴുത്തില് അഥവാ വിശുദ്ധിയില് വ്യാഴവും ഭൂമധ്യത്തില് അതായത് ആജ്ഞാചക്രത്തില് ശുക്രനും സഹസ്രാര പത്മത്തില് ശനിയും നാഡീമർമ്മങ്ങളില് രാഹു കേതു ഗുളികന്മാരും ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആയസ് വർദ്ധിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരിക്കില്ലേ? കാരണം ഈ നമുക്ക് അറിയുവാൻ പറ്റിയിടത്തോളം ഉള്ള ഗോളങ്ങൾ, ജ്യോതിർഗോളങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ശ്ലോകത്തിൽ പറയുന്ന ഈ നവഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ എൻഡോക്രൈൻ സിസ്റ്റമാണ് എന്ന് നമുക്ക് ഒന്ന് ഈ ചിത്രത്തിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അതുപോലെ തന്നെ ഗ്രഹങ്ങളും താരാഗ്രഹങ്ങളും ഒക്കെ ഓരോരോ അംശങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ചെറിയ രീതിയിൽ നമുക്കും അനുഭവപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ മൂലതത്വവും. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അനുയോജ്യമായി ഉപയോഗിക്കാൻ പാകത്തിന് ഒരു സിസ്റ്റമാണ് അവർ ജ്യോതിഷത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതല്ലാതെ കഴിഞ്ഞ ജന്മങ്ങളും അടുത്ത ജന്മങ്ങളും നമുക്ക് അറിയാം എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നത് അസുഖം പിടിച്ചു കിടക്കുന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റ് അശ്രദ്ധപൂർവ്വം നടന്നു കഴിഞ്ഞാൽ അയാൾ താഴെ വീഴാനുള്ള സംഗതി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതും ഭാവികാലമാണ്. അത്തരത്തിലുള്ള എല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂതം ഭാവി എന്നതിലുള്ള വർത്തമാനകാലം മാത്രമാണ് നമുക്ക് അറിയുവാനുള്ളത്. അപ്പോൾ ഈ വർത്തമാന കാലത്തിൽ എങ്ങനെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താം, ഈ അറിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ പറയുന്ന പോലെ, ജ്യോതിഷത്തിൽ സാധാരണക്കാർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ബാധയോ ദൂഷഫലങ്ങളോ നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാം എന്ന് പറയുമ്പോൾ ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം തന്നെ തെറ്റായി പോവുകയില്ലേ? അതുപോലെ തന്നെ ഭൂതവും ഭാവിയും നമുക്ക് അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ നേരത്തെ പറഞ്ഞ ആ ശ്ലോകവും തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതല്ലേ? ഇവിടെയാണ് നമ്മൾ യുക്തിപൂർവ്വം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജ്യോതിഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ഷഡാധാര ചക്രങ്ങളിൽ തന്നെയാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന നവഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നത് എന്നും ആ ഷഡാധാര ചക്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ നവഗ്രഹങ്ങളാകുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ അംശം തന്നെയാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റവും. അപ്പോൾ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ നമ്മൾ യോഗയിലൂടെയും മറ്റും പ്രവർത്തിച്ച് അതിനെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അതിലുള്ള എൻസൈമുകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് മാറ്റാം. ഇതിന് യോഗ മാത്രം പോരാ, മാനസികമായി നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ അത് ഇന്ന ദിക്കിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വഴിപാട് കഴിച്ചാൽ മാറ്റാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ
ഉത്തേജിതമാകുന്നത്. ഉദാഹരണത്തിന് മണിപൂരകം എന്ന ചക്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയാണ് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ചൊവ്വ ഗ്രഹം എന്ന് പറയുന്നത് മണിപൂരക ചക്രമാണെന്നും യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രപ്രകാരം പറയുന്ന മണിപൂരക ചക്രം എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥികളാണെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ അഡ്രിനൽ ഗ്രന്ഥി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് അതിൽ നിന്നുള്ള അഡ്രിനാലിൻ നമുക്ക് പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് അലർജിയും ഈർഷ്യയും പേടിയും എല്ലാം വരുത്തുന്ന, അത് ഓവറായി കഴിഞ്ഞാൽ ഈ വക അസുഖങ്ങൾ നമുക്ക് വരുന്നു. അപ്പോൾ ഈ അസുഖത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷപ്രകാരം പറയുന്നത് ചൊവ്വയുടെ അധിപതിയായ സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ പൂജിക്കുവാനാണ് പറയുന്നത്. രണ്ടും യുദ്ധത്തിൻ്റെ അതിദേവതകളാണ്. അപ്പോൾ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതായി വഴിപാടുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഭീതിപ്പെടുത്തുന്ന ദേവതകൾ അല്ലെങ്കിൽ ദേവത നമ്മളിൽ പ്രീതിപ്പെട്ടു എന്നും അങ്ങനെ മനസ്സിനെ നമ്മൾ ആ പരുവത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ അഡ്രിനാലിൻ സാധാരണ നിലയിൽ എത്തുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ജ്യോതിഷത്തിൽ പറയുന്ന ഓരോ പ്രതിവിധികളുടെ ഉദ്ദേശങ്ങൾ. അപ്പോൾ പണ്ട് കാലത്ത് ഋഷീശ്വരന്മാർ കണ്ടുവച്ചിരിക്കുന്ന യോഗയ്ക്ക് പുറമെ നമുക്ക് മാനസികമായി പരിവർത്തനം ചെയ്യിക്കുവാനുള്ള ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷത്തിലെ ജാതകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആധുനിക ശാസ്ത്രപ്രകാരം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതായ എൻഡോക്രൈൻ സിസ്റ്റവും യോഗശാസ്ത്രത്തിൽ പറയുന്ന ഷഡാധാര ചക്രവും ജ്യോതിഷത്തിൽ പറയുന്ന നവഗ്രഹങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ഇവയെ ആധുനിക ശാസ്ത്രപ്രകാരം മരുന്നുകൾ കഴിച്ചും യോഗശാസ്ത്രപ്രകാരം നമുക്ക് ശാരീരികമായ എക്സർസൈസിലൂടെയും ധ്യാനത്തിലൂടെയും ജ്യോതിഷത്തിലൂടെ മാനസികമായും അതിനെ നിയന്ത്രിച്ച് ഫലം കണ്ടെത്താനുള്ള ഉപാധികളാണ് ഇത്. പണ്ടുകാലത്ത് നമ്മുടെ മഹർഷീശ്വരന്മാർ മറ്റ് യാതൊരു ആധുനിക ടെക്നോളജിയും ഇല്ലാതിരുന്ന കാലത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവയെ എങ്ങനെ നമുക്ക് അനുകൂലമായി പരുവപ്പെടുത്തിയെടുക്കാം എന്ന് കണ്ടെത്തിയ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ യോഗയും ജ്യോതിഷവും എല്ലാം. ഇത് കണ്ണുമടച്ച് തെറ്റാണ് എന്ന് പ്രവചിക്കുമ്പോഴാണ് ഇവിടെ അബദ്ധം പറ്റുന്നത്. യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ ഈ മൂന്ന് ശാസ്ത്രങ്ങളും നമ്മൾ ഒരുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ധന്യമായി തീർക്കുവാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. അതാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നതും. നമ്മുടെ ഇന്ത്യൻ സൈക്കോളജി, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം കൊണ്ടും ജാതകം കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി എല്ലാം കൂടുതൽ വീണ്ടും വിവരിക്കേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് വിവരിക്കാം. നമസ്കാരം.